തരം താഴ്ത്തല്ലതിൽ പിന്നെ വരുന്നൊരു പിഴവാണ്. അതേപോലെ ജമാലുള്ള ദർശനം മറവാണ്, അതില്ലെങ്കിൽ കുറവാ. അതുകൊണ്ടാണ് മറ്റുള്ളവർ തരം താഴ്ത്തുന്നത്, മത്സരിക്കാനും നടക്കുന്നത്. ഓക്കെ. കാരണം അള്ളാഹു അല്ലാതെ ആരുമില്ല, അള്ളാഹു അല്ലാതെ ഇവിടെ ആരുമില്ല. അപ്പൊ ആരെയും തരം താത്തുന്നോ മോശക്കാരനാക്കുന്നോ അള്ളാഹുവിനെയാണ്. അള്ളാഹു എന്ന കാഴ്ച വന്നാൽ പിന്നെ ആരും മോശക്കാരാക്കൂല, മത്സരിക്കാൻ പോകില്ല. ഇൻഷാ അല്ലാഹ്. ഏതായാലും അതാണത് മതിയെന്ന് ഒഴിവാം. ഇതിൽ നല്ല അടിസ്ഥാന അനുഭവ കുറവാണ്, അതിനാലെ തിരിവാ. അറിയാതെ നഫ്സിന്റെ റുബൂബിയ്യത്തണിവ് അവിടത്തിൽ ശരീഅത്ത് നിലനിർത്തണം നാം. ഇമാമാം നബിയുടെ ഇമാമത്ത് ശരിയായതമാം. വഹദത്തുൽ വജൂദിന്റെ അറിവിന്റെ ഉപമ ഗുരുവിന്റെ തരമാ. അതിട്ട് നാമുളപ്പിച്ച ഗിരു അത് മരമാ. ഇനിയൊന്ന് ശരീഅത്ത് ഗുരുവിന്റെ തരമാം. ആ ഗുരുവാ. ആ ഗുരു ഇട്ട് മുളപ്പിച്ചാൽ അത് വടവൃക്ഷമായി, ഒരു മരമായി, വടവൃക്ഷമായി. ഇനിയും അതൊരു മുടക്കുപമിക്കും നമുക്ക്. ഒരു മുട്ടയോട് ഉപമിക്കാം നമുക്ക്. ബിഹായത്തിൽ നിന്ന് മുട്ടയിട്ട് ആ കുഞ്ഞ് വിരിഞ്ഞതല്ലേ വലിയ കുഞ്ഞതായത്. ആ കുഞ്ഞ് വിരിഞ്ഞതാണ് ബാബ. അതെ അതെ. വിഹായത്തിൽ നിന്ന് മുട്ടയിട്ട് നോട്ടത്തിൽ കുഞ്ഞ് വിരിച്ച ആ കുഞ്ഞാണ് ബാബ. വിഹായത്തിൽ ആകാശഭൂമികൾ പ്രകാശമായ അള്ളാഹു നൂറുള്ള ആയ മുട്ട ഇട്ട് ഇലാഹുമില്ലയായി വന്ന കുഞ്ഞ് വിരിഞ്ഞു വന്ന ബാബാണ്. എന്നിട്ട് എന്താ പാടിയെത്തിയത്? ഇനിയും അതൊരു നമുക്ക് അതിൽ കുഞ്ഞി വിരിക്കേ, അതില്ലെങ്കിൽ അതിനെ നാം നശിപ്പിക്കാതിരിക്കേ. വഹദത്തുൽ വജൂദിന്റെ മുറഖബ പെരുത്ത ശരീഅത്തിലിരുന്ന വിരിയുമ്പോൾ തെരിക്കാതെ നടക്കുന്നതരന്ന്. ഷഹാദത്ത് മലക്കൂത്ത് ജബറൂത്തിൽ പരന്ന് ലാഹൂത്തിൽ കടന്ന് ഭരിക്കുന്നു സകലവും വഹദത്തിൽ